ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ദേവസ്വം ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ PSC എക്സാമിനും തുല്യ ഇമ്പോർട്ടൻസ് ഉള്ള പൊതുവിജ്ഞാനം എന്ന മേഖലയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകം ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകം ഏതാണ്? വിങ്സ് ടു അവർ ഹോപ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. വിങ്സ് ടു അവർ ഹോപ്സ്, 51 പ്രസംഗങ്ങളുടെ ശേഖരം, ദ്രൗപദി മുർമുവിൻ്റെ വിങ്സ് ടു അവർ ഹോപ്സ്. അടുത്ത ചോദ്യം, ബാലചൂഷണം തടയുക ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ബാലചൂഷണം തടയുക ലക്ഷ്യമിട്ടിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ശരണ്യബാല്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. ശരണ്യബാല്യം. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, 2025 50ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ആര്യഭട്ടയാണ്. ആര്യഭട്ടയാണ് 2025 50ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. നാലാമത്തെ ചോദ്യം, 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാ വർമ്മയ്ക്കാണ് 2025 ONV പുരസ്കാരം ലഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഭാർഗവസ്ത്ര ആണ് ഉത്തരം. ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഭാർഗവസ്ത്ര. ആറാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അടുത്തതും കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. ഭീമൻ മുഖ്യ കഥാപാത്രമായ നോവൽ ഏതാണ്? ഭീമൻ മുഖ്യ കഥാപാത്രമായിട്ടുള്ള നോവൽ ഏതാണ്? രണ്ടാം ഊഴമാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാം ഊഴം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഉത്തരമായിട്ട് വരുന്നത്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ് ഉത്തരമായിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവനാണ് ഉത്തരമായിട്ട് വരുന്നത്. NS മാധവൻ. അടുത്ത ചോദ്യം, സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. 1960 ഈ കരാറ് ഒപ്പുവച്ചത്. 2 രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് 1996 ഒപ്പുവച്ചത്. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവച്ചത്. നേരത്തെ ചോദ്യം ചെയ്തായിരുന്നു സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. അത് 1960. ഇപ്പോഴത്തെ ചോദ്യം, ഗംഗാ നദീജല സന്ധിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും 1996 കൊടുത്തിരിക്കുക. അടുത്ത ചോദ്യം, 2025 US ഓപ്പൺ ബാഡ്മിൻ്റൺ ജേതാക്കൾ ആരൊക്കെയാണ്? പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടിയും വനിതാ സിംഗിൾസിൽ ബെയ് വെൻ ഷാങ്ങുമാണ് ഉത്തരമായിട്ട് വരുന്നത്. നേരത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇടിയോട് കൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ്? അടുത്ത ചോദ്യമാണ്, ഇടിയോട് കൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ്? ക്യുമുലോ നിംബസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്യുമുലോ നിംബസ്. അടുത്ത 16ാമത്തെ ചോദ്യമാണ്, മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്
നെഫോളജി. നെഫോളജിയാണ് ഉത്തരമായിട്ട് വരുന്നത്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. തപാൽ സ്റ്റാമ്പുകളിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? 17ാമത്തെ ചോദ്യമാണ്. തപാൽ സ്റ്റാമ്പുകളിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ് ഉത്തരമായിട്ട് വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ. അടുത്ത ചോദ്യം. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രി ആരാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തെ സഹായിച്ച മന്ത്രിയുടെ പേരെന്താണ്? കൗഡല്യനാണ് ഉത്തരമായിട്ട് വരുന്നത്. കൗഡല്യൻ. കൗഡല്യൻ, ചാണക്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാഷ്ട്രതന്ത്രജ്ഞൻ ആരാണ്? വിഷ്ണുഗുപ്തനാണ് ഉത്തരമായിട്ട് വരുന്നത്. വിഷ്ണുഗുപ്തൻ. കൗഡല്യൻ ആരുടെ മന്ത്രിയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയാണ്. ചന്ദ്രഗുപ്ത മൗര്യ ആരാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കൗഡല്യൻ്റെ പ്രധാന കൃതി ഏതാണ്? അർത്ഥശാസ്ത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്. അർത്ഥശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൗഡല്യൻ്റെ പ്രധാന കൃതി ഏതാണ്? അർത്ഥശാസ്ത്രം. ഇനി അടുത്ത ചോദ്യം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് ആരാണ്? കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവാണ് വൈലോപ്പള്ളി. ഉത്തരമായിട്ട് വരുന്നത് വൈലോപ്പള്ളി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശക്തിയുടെ കവി ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്. ശക്തിയുടെ കവി ഇടശ്ശേരി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 23ാമത്തെ ചോദ്യമാണ്. തിരുവിതാംകൂറിൻ്റെ വൃദ്ധവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ് ഉത്തരമായിട്ട് വരുന്നത്. തിരുവിതാംകൂറിൻ്റെ വൃദ്ധവയോധിക അക്കമ്മ ചെറിയാൻ. ഇന്ത്യയുടെ വൃദ്ധവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വൃദ്ധവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വൃദ്ധവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആനി ബസന്റിനെയാണ് ഇന്ത്യയുടെ വൃദ്ധവയോധിക എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം, ഭരണഘടനയുടെ ഐഡൻറ്റിറ്റി കാർഡ്, ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആമുഖത്തെയാണ്. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ആത്മാവ് ആമുഖമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം ആമുഖമാണ്. ഭരണഘടനയുടെ ഐഡൻറ്റിറ്റി കാർഡ് ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19നെയാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 32. ദേശീയഗാനം രചിച്ചത് ആര്? ദേശീയഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയഗാനം ആലപിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ് ഉത്തരമായിട്ട് വരുന്നത്. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡുകൾ. അടുത്ത ചോദ്യം. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ശങ്കരാഭരണം എന്ന രാഗത്തിലൂടെയാണ് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദേശീയഗാനം അംഗീകരിച്ച വർഷവും ദിവസവും ഓർത്തിരിക്കണം. ദേശീയഗാനം അംഗീകരിച്ച വർഷമാണ് 1950 ജനുവരി 24-നാണ് ദേശീയഗാനം അംഗീകരിച്ചത്. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.